നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. ഇങ്ങ് തളിപ്പറമ്പിനടുത്ത് പനങ്ങാട്ടൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ്. കുറച്ചുനാൾ മുമ്പ്, ഏതാണ്ട് 2 മാസം മുമ്പാണ് എന്നെ ശോഭേച്ച് വിളിക്കുന്നത്. ശ്രീനി, ഒരു വിഷയമുണ്ട്, ഒന്ന് ഇങ്ങോട്ടേക്ക് വരണം, എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ഇനിയും ശല്യമുണ്ടായാൽ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴാണ് ശോഭേച്ചി എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് പനങ്ങാട്ടൂരിലെ ഈ കൊച്ചു വീട്ടിലേക്ക് ഞാൻ എത്തുന്നത്. എന്താണ് വിഷയം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ വീടൊന്ന് കാണുക. ഒരു സാധാരണ നിർധന കുടുംബം, ആ കുടുംബത്തിന് ആകെയുള്ള ഒരു വീട്. ആ വീട്ടിൽ വിജയേട്ടനും ശോഭച്ചേച്ചിയും, ഇവർ രണ്ടുപേരും പുറത്തു പോയിട്ട് വന്നതാണ്. അതായത് ശോഭച്ചിയുടെ ഒന്ന് ആശുപത്രി കാണിക്കണം, അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ ഒരു കൂട്ട് വേണം, അതിന് വിജയേട്ടനും കൂടെ പോയി. അല്ലാതെ ഇവർ രണ്ടും ഇങ്ങനെ പോകാറില്ല. ഇനി ഇങ്ങനെ ഇതിനകത്തേക്ക് ഞാൻ കയറുകയാണ്. ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഈ ഉമ്മർ, ഈ തിണ്ണയ്ക്ക് നിന്നും അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ ആദ്യം കാണുക. എന്തൊക്കെയോ ഇങ്ങനെ ഈ ടൈൽസിൽ കിടക്കുന്നതാണ്. മലവും മൂത്രവും ഒക്കെ അതിൽ പെടുന്നുണ്ട്. ഇത് ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമാണ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തത്: വാനരന്മാർ നീതി പാലിക്കണമെന്ന. ഇതാ നെല്ലൊക്കെ ചാക്കിക്കെട്ടി വെച്ചതാണ്, മുഴുവൻ എടുത്ത് ഇതാ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. തുണികളൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഒരു മുറി പോലും ഇവർ ഒഴിവാക്കിയിട്ടില്ല. ഇതാ ഇനി അകത്തേക്ക് കിടക്കുമ്പോൾ എന്റെ വിവാഹ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ഇതാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. വില കൂടിയ ടിവിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതങ്ങനെ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നം അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതാ പഴക്കൊലകള്, തോർത്തുകള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുകയാണ്. നീ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചു വെച്ചിരിക്കുന്നു, കാഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ വല്ലാതെ രീതിയിൽ ഇവർ അക്രമം നടത്തിയിട്ടുണ്ട്. ഈ വാനരന്മാരുടെ ശല്യത്തിൽ പൊറുതിമുട്ടുന്ന ഈ കുടുംബത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞാൻ ഇവിടെ വരുന്നത്. ഇതിനാരാണ് നടപടി എടുക്കേണ്ടതെന്നും ഞാൻ പറയുന്നില്ല. പലയിടത്തും വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടി ആളുകൾ ഇരിക്കുന്ന സമയം ഒരു മുറി പോലും ഒഴിവാക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനും വലിയ കഷ്ടമാണ്. ഇത് നോക്കുക, ഫ്രിഡ്ജിനടുത്തൊക്കെ സാധനങ്ങളൊക്കെ, മുളക് പൊടി, എല്ലാ പൊടികളും മറിച്ചിട്ടിരിക്കുന്നു. ഒരു വല്ലാത്ത അക്രമം തന്നെയാണ്. ഇത് കണ്ടോ, ഈ കാൽപ്പാടുകൾ കണ്ടോ? കൂട്ടം കൂട്ടമായിട്ടാണ് ഇവന്മാര് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് ഈ പാടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാൽപ്പാടുകളാണ് കുരങ്ങന്മാരുടെ. ഇതാ ഇതിന്റെ മുകളിലൊക്കെ കണ്ടില്ലേ? വല്ലാത്ത ഒരവസ്ഥയാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ, അരി ഉൾപ്പെടെയുള്ളവ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നു. ഭക്ഷണം പോലും എടുത്ത് കഴിച്ചിട്ട് പോയെന്ന് തോന്നുക. ആ പാത്രമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വല്ലാത്ത ദുർഗന്ധമാണ് ഇപ്പോ ഈ ഭാഗത്ത് കാണുന്നത്. വല്ലാത്ത മോശമായ ഒരവസ്ഥ. ഇതിന് എങ്ങനെ പരിഹാരം കാണുമെന്നതിനെ കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ ഇവരോട് എന്ത് പറയണമെന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ല. എന്തായാലും ഈ സംഭവം അറിഞ്ഞ് ഇവിടുത്തെ പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഒക്കെ എത്തിയെന്ന് ശോഭേച്ചി പറഞ്ഞു. എന്തായാലും അവര് ഒരു കൂട് വെക്കാമെന്ന് ശോഭേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശോഭേച്ചിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇത് ആദ്യമായിട്ട് തുടങ്ങിയതാണോ? എങ്ങനെയത് കുറെ കാലമായോ? കുറെ വർഷമായി വരുന്നത്. പക്ഷെ പുറത്തായിരുന്നു. പുറത്ത് വന്നിട്ട് വാഴയും തെങ്ങും എല്ലാം അങ്ങനെ തേങ്ങയും പറിച്ചു അങ്ങനെയെല്ലാം ആയിരുന്നു. ഉള്ളിലേക്ക് കയറാറുണ്ടായിരുന്നു. ഇതിപ്പോ 5ാമത്തെ പ്രാവശ്യമാണ് കയറുന്നത്. 5ാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാല് ഇതിലും മോശമായ അവസ്ഥയായിരുന്നു ഇത്രയും നാളുണ്ടായിരുന്നു. ഒരു സാധനം ഇടിയില്ല. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പെടുത്തിട്ട് ജീവിക്കുന്നവരാണ്. ഇയാൾക്ക് കിട്ടുന്ന ഒരു പെൻഷനെ കൊണ്ടുവന്ന് ഞങ്ങൾ ജീവിക്കുന്നത്. വേറൊരു വരുമാനവും ഇല്ല. വയലിൽ പണിക്ക് പോവാന്ന് വെച്ചാൽ എനിക്ക് അസുഖം കാരണം എനിക്ക് വെരിക്കോസ് ഇന്നതെന്നില്ല. അതുകൊണ്ട് എന്നോട് ഡോക്ടർ നടക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് വയലിലും ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ അരിയെല്ലാം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പൊ 2 പെൺമക്കളാണ്. അവർക്ക് ഇത്ര സഹായിക്കാൻ കഴിയുന്നതിന് കൂലിപ്പണിയിലെടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ ഈ കുന്നിന്റെ മേലെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം ഇന്ന് രാവിലെ എനിക്ക് പനിയും ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിട്ട് കൈ മുറിഞ്ഞതുകൊണ്ട് ചിരവ കൊണ്ട് മുറിഞ്ഞിട്ട് ഒരാഴ്ചയായി. അപ്പൊ അത് ഇഞ്ചക്ഷൻ വെക്കാൻ ഒരാൾ കൂട്ട് വേണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയാണ് വിജയേട്ടനെയും കൊണ്ട് പോകുന്നത് അല്ലേ? വിജയേട്ടൻ വല്ലാത്ത ഒരു ദുരിതം തന്നെയാണല്ലേ? വല്ലാതെ കഷ്ടപ്പാടാണ്.
പട്ടിണി കിടക്കുകയും പട്ടിണി കടന്നിട്ടില്ലാന്നേ ഇല്ല, ആ സൈസിലില്ല കഷ്ടപ്പാടാണ്. ഭക്ഷണമൊക്കെ ഭക്ഷണം എല്ലാം രാവിലെ വെച്ചുണ്ടാക്കിയിട്ട് പിന്നെ ആസ്പത്രി കാണിക്കാൻ വേണ്ടി പോയി. തിരുമ്പളി ഭക്ഷണവും ഇല്ല, പിന്നെ അടുക്കളയെ തുറന്നിട്ടിട്ട് ലൈറ്റ് ഇട്ടിനി, സർവീസ് വയർ കളഞ്ഞിനി, സർവീസ് വയറൊക്കെ പോയി, സർവീസ് വയർ പോയി, എല്ലാം കളഞ്ഞു. ഒന്നും അടുക്കളയിൽ കയറാനും വെക്കിയിട്ട് നാറിയിട്ടും കയറാനും വയല് പിന്നെ അകന്ന് നിറച്ചായിട്ട് തീട്ടമാണ്. എന്താണ് ചെയ്യാന്ന് ഒരു പിടിയുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വന്നല്ലേ? എന്നിട്ട് ഞാൻ പ്രസിഡന്റിനെ വിളിച്ചു, പ്രസിഡന്റും മെമ്പറും 4ാം വാർഡിൽ ഷീബ, ഞങ്ങൾക്ക് അവരെ വിളിച്ചു. 8ാം വാർഡിൽ സുനി വന്നു, വൈസ് പ്രസിഡന്റ് വന്നു. അവര് പിന്നെ ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് കൂട് വെക്കാന്ന് പറഞ്ഞു. പക്ഷെ കൂട് വെക്കാന്ന് പറഞ്ഞാൽ അവര് നെറ്റ് അടിക്കാനാ പറയുന്നത്. ശ്രീനി, എനിക്ക് നെറ്റ് അടിക്കണമെങ്കിൽ തന്നെ ഞങ്ങളെ കയ്യിൽ പൈസ ഇല്ല. ഒരു ചെറിയ ഇവർ പറഞ്ഞത് പിന്നെ നെറ്റ് അടിക്കണമെങ്കിൽ ഈ മുകൾ ഭാഗത്തെ ഗ്യാപ്പിൽ കൂടിയാണെന്ന് തോന്നുന്നു ഇത് കയറുക. അപ്പോ അതിന് നെറ്റ് അടിക്കാൻ ഈ ദരിദ്ര കുടുംബത്തില് അവരുടെ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ല. അപ്പോ എന്തെങ്കിലും ഒരു സംവിധാനം ബന്ധപ്പെട്ടവർ ചെയ്തു കൊടുക്കണം. എന്തായാലും പ്രസിഡന്റ് വന്ന് ഇതിന്റെ നല്ല കാര്യം അവർ നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ താമസിയാതെ തന്നെ അത്തരത്തില് അവര് നടപടിയായിട്ട് മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വനം വകുപ്പ് ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ ഇടപെടണം. ഇവിടെ ഒരുപാട് കൂട്ടമായിട്ടാണ് വരുന്നത് അല്ലേ? 1000 2000 അങ്ങനെയൊന്നല്ല, അത്രക്കും കൂട്ടമായിട്ടാണ് ഇവിടെ ഈ വാനരന്മാർ വരുന്നത്. നമുക്ക് ഇതിന്റെ പിറകെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം തോന്നി സ്വകാര്യ വ്യക്തികളുടെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുരങ്ങുകൾ കൂട്ടമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടാവുക. എന്തായാലും ഈ ശോഭേച്ചിക്കും വിജയേട്ടനും നീതി വേണം. എത്രയും പെട്ടെന്ന് ഇവരെ സുരക്ഷിതമായി ഇവിടെ താമസിക്കുവാനുള്ള ഉറപ്പ് ബന്ധപ്പെട്ടവർ നൽകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒന്നുകൂടി എനിക്ക് പറ്റുമെങ്കിലും പഞ്ചായത്ത് നിന്ന് എനിക്കൊരു 2 റൂമിന് ഒരു ചെറിയൊരു വാർപ്പിന്റെ വീട് 2 റൂമിനെങ്കിലും എനിക്കൊന്ന് സഹായിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു. അതാകുമ്പോ ഒരു അടച്ചുറപ്പുള്ളതാകുമ്പം. അതെ, ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് ഞങ്ങൾക്ക് പഞ്ചായത്തെങ്കിലും അനുവദിച്ചു തരണമെന്നാണ് ഇവരുടെ ഒരു അപേക്ഷ. ഇവരുടെ അപേക്ഷ മാത്രമാണ്. ചേച്ചി ഇവിടെ വരുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ ഇവിടെ വന്നു, എനിക്ക് വേണ്ടുന്ന സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞങ്ങൾ പറയുമ്പോൾ തന്നെ അവർ കയറി വന്നിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അവർക്ക് പോലും അറിയില്ല. എന്തായാലും ഈ വിഷയത്തിന് അധികം താമസിയാതെ പരിഹാരമുണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.